ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം. പരാതി നൽകുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സിദ്ദീഖിനെ കുറ്റവിമുക്തനാക്കുകയല്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലൈംഗിക പീഡന കേസിൽ പരാതി നൽകുന്നതിലെ കാലതാമസമാണ് സിദ്ദീഖിന് ഇടക്കാല ആശ്വാസമായത്. പാസ്പോർട്ട് ഹാജരാക്കണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം, അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയുടെ ഉപാധികൾക്ക് വിധേയമായി ജാമ്യം നൽകണം തുടങ്ങി നിബന്ധനകളും മുൻകൂർ ജാമ്യ വ്യവസ്ഥയിലുണ്ട്. പരാതി നൽകാൻ 8 വർഷം കാലതാമസമുണ്ടായി എന്നായിരുന്നു സിദ്ദീഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ പ്രധാന വാദം. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹിയാണ് സിദ്ദീഖ്. പരാതിക്കാരി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് മുൻ ഭാരവാഹിയാണ്. ഇരു സംഘടനകളും തമ്മിലുള്ള സംഘർഷവും പരാതിക്ക് കാരണമായെന്ന് സിദ്ദീഖ് വാദിച്ചു. 2016 നീല തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കാണാൻ പരാതിക്കാരിക്കൊപ്പം മാതാപിതാക്കളും ഉണ്ടായിരുന്നതായി മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. എന്നാൽ പരാതിയിൽ പറയുന്നതനുസരിച്ച് സിദ്ദീഖും മിരയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ വാദിച്ചു. പീഡനത്തിന് ഇരയാകുമ്പോൾ പെൺകുട്ടിക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും കരിയർ നശിക്കുമെന്ന ഭയത്താലാണ് അന്ന് പരാതി നൽകാത്തതെന്നും ഇരയ്ക്ക് വേണ്ടി ഹാജരായ വൃന്ദ ഗ്രോവറും വാദിച്ചു. എന്നാൽ 2018 ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച പരാതിക്കാരി എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ലെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കേരള സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി മുൻപാകെയും പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല. 2016 നടന്ന സംഭവത്തിൽ 2024 മാത്രമാണ് പരാതി നൽകിയതെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. സിദ്ദീഖിനെ കുറ്റവിമുക്തനാക്കുകയല്ല, മുൻകൂർ ജാമ്യം മാത്രമാണിതെന്നും ജസ്റ്റിസ് ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.